നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരൊറ്റ വാർത്തയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളം ഡൽഹിയിലാണ്. ഇന്ന് കേരളത്തിലെ മന്ത്രിസഭ ഒന്നാകെ ഡൽഹിയിൽ സമരത്തിന് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഡൽഹിയിൽ ശക്തമായ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളുടെയും പിന്തുണ ആർജിച്ചെടുക്കാനും ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പല ന്യായീകരണങ്ങളും സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കർണാടകത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മിക്ക പാർട്ടികളും കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് സമരവേദിയിൽ തന്നെ പ്രഖ്യാപിച്ചത്. ഇത് സംസ്ഥാന സർക്കാരിന് ഊർജം പകർന്നിരിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കിയതിനു ശേഷം ഈ വാർത്തയിലേക്ക് ആദ്യം വരാം. It's a historical moment for this agitation in Kerala. Two chief ministers, both of them represent at least 6 crores of people in this country. They have come to declare their solidarity. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഡൽഹിയിൽ. ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം മുന്നിൽ നിന്ന് നയിച്ച് മുഖ്യമന്ത്രി. ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള ചരിത്ര ദിനമെന്ന പ്രഖ്യാപനം. രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ, അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीतारमैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे. കേരളത്തിന്റെ പ്രതിഷേധത്തിന് പിന്തുണ നൽകി ഇന്ത്യ മുന്നണി നേതാക്കൾ. കോൺഗ്രസ് ഒഴികെ പ്രധാന പാർട്ടികളെല്ലാം സമരത്തിനൊപ്പം. ആവേശം പകർന്ന് AAPയുടെ ഡൽഹി, പഞ്ചാബ് മുഖ്യമന്ത്രിമാർ. അപ്പോൾ വരൾച്ചാ ദുരിതാശ്വാസം കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ കൊടുത്തില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ഈ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്രമാണ് എന്ന് പറഞ്ഞ കേരള സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കർണാടകത്തിന്റെ സമരവും ഇന്ത്യ കക്ഷികളും കേരളത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയോ? സിദ്ധരാമയ്യയുടെ ആവശ്യം ന്യായമാണെന്ന് VD സതീശൻ. പിണറായിയുടേത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള സമരമെന്ന് ന്യൂസ് 18 അഭിമുഖത്തിൽ സതീശൻ. ഇതിനെതിരായി സമരം ചെയ്യാൻ വേണ്ടി ഈ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് ഇതുവരെ എവിടെയായിരുന്നു ഈ കേന്ദ്ര വിരുദ്ധത? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ തുടരുമ്പോൾ SFIO അന്വേഷണം വീണ വിജയനിലേക്ക് നീളുമോ? KSIDCക്കും CMRLനും എതിരായ തെളിവുകൾ വിശകലനം ചെയ്ത് അന്വേഷണ സംഘം. എക്സാലോജിക്കിനെതിരെ തലസ്ഥാനത്തും ബംഗളൂരുവിലും ഏത് സമയത്തും പരിശോധനയ്ക്ക് സാധ്യത. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ PV അൻവറിന്റെ പാർക്കിന് പൊടുന്നനെ ലൈസൻസ് പുതുക്കി നൽകി. 7 ലക്ഷം രൂപ ഫീസ് ഈടാക്കി കൂടരഞ്ഞി പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിക്കുന്നതിൽ കോടതി സംശയം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10:30 തന്നെ ഈ സമരം തുടങ്ങിയിരുന്നു. മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ ഡൽഹി, പഞ്ചാബ് മുഖ്യമന്ത്രിമാരും ഈ സമരത്തിൽ അണിചേർന്നു. ഇന്ത്യ മുന്നണിയിലെ മിക്ക ഘടകകക്ഷികളുടെയും പിന്തുണ കിട്ടിയത് സംസ്ഥാന സർക്കാരിന് ഊർജം പകരുകയും അതേസമയം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ജന്തർ മന്ദറിലേക്ക് കാൽനടയായിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇത് തുടക്ക സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജന്തർ മന്ദറിലേക്ക് നടന്നു വന്നതിന്റെ ദൃശ്യങ്ങളാണ്. മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി നയിക്കുകയായിരുന്നു. മന്ത്രിമാരും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവർ സമരത്തിന്റെ ഭാഗമായി. തമിഴ്നാട്ടിൽ നിന്ന് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ കറുത്ത വസ്ത്രം ധരിച്ച് സമരവേദിയിൽ എത്തിയിരുന്നു. ന്യായമായ കേന്ദ്ര വിഹിതം
ന്യായമായ കേന്ദ്ര വിഹിതം തന്നേ തീരൂ അടിച്ചമർത്തലിനെതിരായ നിർണായകമായ സമരമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര വിഹിതത്തിന്റെ കണക്കുകൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. യൂണിയൻ സർക്കാർ പാർലമെന്റ് നൽകിയിട്ടുള്ള ഉറപ്പിനെ തന്നെ ലംഘിക്കുകയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇത്. സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്കുമേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളോട് കേരളത്തിന് യോജിപ്പില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നതും ജനങ്ങൾ ജനാധിപത്യ വിധിയിലൂടെ അംഗീകരിച്ചതുമായ നയങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാകും. അത് ഭരണഘടനാ ധ്വംസനവുമാകും. ഇത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടി നൽകുവാനും ഇന്ന് ഇതേ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, മറിച്ച് പ്രധാനമന്ത്രി ആണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരത്തിൽ അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നുവെന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ, അതിന് വ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിരുന്നു. ഇന്നും അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹം കേരള ഹൗസിലാണ് താമസിക്കുന്നത്. അതായത് ജന്തർ മന്ദറിൽ, ഈ സമരം നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കേരള ഹൗസിലാണ് ഗവർണർ താമസിക്കുന്നത്. ഗവർണർ ഡൽഹിയിൽ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സമരം കാണാനാണോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. Assent to bills passed by legislative assemblies have been indefinitely delayed. In this context, it is to be noted that the Supreme Court did warn the governors that they were playing with fire. Yet, governors continue to play their political games.
multiple state governments have had to approach the judiciary against such undemocratic high-handedness. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു നിങ്ങളെ സമരത്ത് പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. In all opposition-ruled states, there have been instances of chancellors acting as at the behest of their political masters in matters related to universities. Interests and statutes of the states are being sidelined in this regard. Rather than consulting the state governments, even on matters related to state-funded universities, governors have made political interferences as chancellors. എന്തായാലും ഡൽഹിയെ ഇളക്കിമറിച്ച ഒരു സമരമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. അത് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി സംസാരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായി. ഇപ്പോൾ ഈ സമരത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഷെറിൻ ചേരുകയാണ്. ഷെറിൻ, എങ്ങനെയുണ്ടായിരുന്നു സമരം? ഇപ്പോൾ സമരം അവസാനിച്ചോ? സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം കപിൽ സിബൽ രാജ്യസഭ MP ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല പാർട്ടീസിലെ ലീഡർ വന്നതുകൊണ്ട് അത് തന്നെയല്ല അവരുടെയും പാർട്ടി വർക്കേഴ്സ് വന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടി വർക്കേഴ്സും ആം ആദ്മി പാർട്ടി ചീഫ് അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ഭഗവത് മാനും ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പേ ഇവിടെ ഫാറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസിന്റെ ഫാറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു. പിന്നെ അവരുടേതായ പാർട്ടി വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം ചീഫ് മിനിസ്റ്റർ തീരുമാനിച്ചത് ഇംഗ്ലീഷ് മലയാളം രണ്ടിലും ഇവിടെ സ്പീച്ച് തരാമെന്ന്. ഏറ്റവും ആദ്യം എലമരം കരീമാണ് സംസാരിച്ചത്. പിന്നീട് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ് സംസാരിച്ചത്. ഇപ്പോഴും ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്റ് സ്റ്റാർട്ടായ സമയം അറൌണ്ട് 11 മണിയായിരുന്നു. ഇപ്പോഴും ആ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കപിൽ സിബലാണ് സംസാരിക്കുന്നത്. ഓവറോൾ കാണുവാണെങ്കിൽ ഈ ഇവിടെ വന്ന എല്ലാവരും, അത് അരവിന്ദ് കെജ്രിവാൾ ആയാലും ഭഗവത് മാൻ ആയാലും ഫാറൂഖ് അബ്ദുള്ള ആയാലും അവരെല്ലാരും പറയുന്നത് എല്ലാ സ്റ്റേറ്റും സൗത്ത് സ്റ്റേറ്റിൽ ഡിസേർവ് ചെയ്യുന്ന പൈസ റിട്ടേൺ ആയിട്ട്, അത് ടാക്സ് റിട്ടേൺ ആയിട്ട് കൊടുത്തിരിക്കണം. അതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ആ ഫെഡറൽ സിസ്റ്റത്തിനെ അസൈഡ് ചെയ്താണ് ഈ സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അക്യൂസേഷൻ ആണ് ഇപ്പം വരുന്നത്. അപ്പം ഓൾറെഡി നമ്മളിപ്പം കണ്ടു, ഓൾ ലീഡേഴ്സ് ഹാവ് ഓൾറെഡി സ്പോക്കൺ. ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ഈ ഇവന്റ് അവസാനം ഇപ്പം എൻഡ് ആകും. പക്ഷെ ഇപ്പോഴും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിന് ശേഷം എല്ലാ MLAസും MP മാരും കേരള ഹൗസിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ശരി ഷെറിൻ, എന്തായാലും ഇപ്പോൾ കപിൽ സിബൽ സംസാരിക്കുന്നുണ്ട്. കപിൽ സിബലിന്റെ വരവ് മറ്റൊരു ഊർജം കൂടിയാണ് പകർന്നിരിക്കുന്നത് ഈ പ്രതിഷേധത്തിന്. സിബലിന്റെ വാക്കുകളിലേക്ക്. महकाने का दोस्ताना लाजमी है. दूर होकर भी बता करूंगा क्या, तेरे शहर में घर बसाना लाजमी है. अपना बना के तूने अब ठुकरा दिया, अपना बना के तूने अब ठुकरा दिया, फिर भी तुझको अपना बनाना लाजमी है. गली गली में ये जो आग लग रही है, गली गली में ये जो आग लग रही है, उस आग को हमें बुझाना लाजमी है. खुदा के वास्ते इस दहशती को छोड़ दे तू, खुदा के वास्ते इस दहशती को छोड़ दे तू. ये गुलिस्तां उजाड़ना क्या लाजमी है. बहुत बहुत धन्यवाद. जय हिंद. Thank you, Kapil Sibal ji. ഡൽഹിയിലെ സമരം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കപിൽ സിബൽ കൂടി ഈ യോഗത്തിൽ അണിചേർന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ ഉണ്ട്. ഇതെല്ലാം ഈ സമരത്തിന്റെ ഒരു പ്രത്യേകതയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ KP അഭിലാഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, എന്തായാലും ഈ സമരം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം എന്ന രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിബലും കൂടി ഈ യോഗത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ പിന്തുണ കിട്ടി എന്നുള്ള കാര്യവും അവകാശപ്പെടാമല്ലോ.
മഞ്ജുഷ, ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച പ്രതിഷേധം എന്നത് പ്രതിപക്ഷ ഐക്യനിരയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിനെ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ അണിനിരുന്നു. മാത്രവുമല്ല, AAPയുടെ 2 മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ കേരളത്തെ ഏത് നിലയിലാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കണക്കുകൾ അടക്കം നിരത്തിക്കൊണ്ടായിരുന്നു വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിൽ എല്ലാം ഇപ്പോഴും കേരളം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുകൂടി പിണറായി വിജയൻ ചേർത്തുവെക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനും ഭരണഘടനയെ അടക്കം അതിന് ദുർവ്യാഖ്യാനം ചെയ്യുകയുമാണ് എന്ന വിമർശനവും ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. ഗവർണറെ പരിഹസിക്കാൻ അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കേരളത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ ശ്രദ്ധിക്കുന്നതിനോ ഗവർണർക്ക് സമയമില്ല. കൂടുതൽ സമയവും ഗവർണർ സംസ്ഥാനത്തിന് പുറത്താണ് എന്ന തരത്തിലുള്ള വിമർശനവുമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നതായിരുന്നു മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. AAP മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് പ്രധാനമായും ഈ ഫെഡറൽ സംവിധാനത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നത് എന്നത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് AAP മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അതായത് മന്ത്രിമാരെ, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ അടക്കം വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന വലിയ വിമർശനം ആണ് AAPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. കേജ്രിവാളാണ് ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും കേജ്രിവാൾ വളരെ ശക്തമായ രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാരുകളെ, BJP ഇതര സർക്കാരുകളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം വിശദീകരിച്ചത്. താൻ പോലും ജയിലിൽ പോകാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള പ്രസംഗമാണ് കേജ്രിവാൾ നടത്തിയത്. കേജ്രിവാളിന്റെ വാക്കുകളിലേക്ക്. अभी हेमंत सोरेन साहब को इन्होंने जेल में डाल दिया. अभी तक उनके ऊपर कुछ भी साबित नहीं हुआ है. अभी उनके ऊपर मुकदमा नहीं चला है. अभी मुकदमा शुरू भी नहीं हुआ है. अभी जांच चल रही है. लेकिन अगर मुकदमे को 15 साल लगे तो हेमंत सोरेन साहब 15 साल जेल में रहेंगे. और ये तो किसी को भी कर दें. कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टैलिन साहब को पकड़ के जेल में डाल देंगे, सीतारमैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को, किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे. हेमंत सोरेन साहब को जेल में डाला, उसके बाद 48 घंटे तक ये लोग तोड़ने की कोशिश करते रहे. JMM को तोड़ देते हैं. ये तो भगवान का भला, और JMM वालों का महान है. JMM वाले जो टूटे नहीं इनके सामने. तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे. ये क्या है? ये क्या चल रहा है इस देश के अंदर? AAPയുടെ 2 മുഖ്യമന്ത്രിമാർക്ക് പുറമെ സമരത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രഗത്ഭനായ ആളാണ് ഫാറൂഖ് അബ്ദുള്ള. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. To really unite, to fight the forces who are dividing us in every way. Otherwise, India is from Jammu and Kashmir to right down to Tamil Nadu, from Maharashtra all the way to Tripura. കോൺഗ്രസ് ഒഴികെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനെയാണ്. ന്യായീകരണം പല രീതിയിൽ ഉണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരം കേന്ദ്രത്തിനെതിരെ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇക്കാര്യം ഇങ്ങനെയൊരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇതേക്കുറിച്ച് ശ്രദ്ധിക്കാതെ ധൂർത്ത് തുടരുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. പക്ഷേ ഒരൊറ്റ നരേറ്റീവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അത് കേന്ദ്രത്തിനെതിരെയാണ്. അതാണ് ഡൽഹിയിൽ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അത് മാത്രമല്ല, കർണാടകത്തിന്റെ സമരം അത് ന്യായമുള്ളതായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, സാധാരണയായി ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടകകക്ഷികളെയും ഒരു
കാര്യം ഒരു പാർട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ക്ഷണം നൽകാറുണ്ട്. ആ ഒരു ക്ഷണമാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് നൽകിയത്. അത് ചിലർ സ്വീകരിച്ചു, ചിലർ തള്ളിക്കളഞ്ഞു. അത്രയായി കണക്കാക്കിയാൽ മാത്രം മതിയെന്നാണ് സംസ്ഥാന കോൺഗ്രസിന്റെ ന്യായീകരണം. വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഒരു ബോധ്യം വരാത്തത്? ഈ സമരം ആവശ്യമില്ലാത്തതാണ് എന്ന നിലപാട് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യാൻ വേണ്ടി ഈ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുത്തത്? ഇതുവരെ എവിടെയായിരുന്നു ഈ കേന്ദ്ര വിരുദ്ധത? കേന്ദ്ര അവഗണന എന്നുള്ളൊരു നെറേറ്റീവ് മാത്രം ഉണ്ടാക്കി ഈ കേരള സർക്കാർ കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിച്ച കനത്ത ആഘാതം, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒറ്റ നെറേറ്റീവിൽ കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെ അതിനോട് യോജിക്കാൻ പറ്റുന്നത്? സിദ്ധരാമയ്യ നേരിട്ട് തന്നെയാണ് ഡൽഹിയിൽ പോയി സമരം നടത്തിയത്. കേരളത്തിന് സമാനമായ ആവശ്യമാണ് കർണാടകവും ഉന്നയിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ദേശീയ തലത്തിൽ ഈ ഒരു വിഷയം, അതായത് ധനകാര്യ കമ്മീഷന്റെ വിഹിതം സംബന്ധിച്ച കാര്യത്തിൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് ഒരു നിലപാടാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ കേരളം പറയുന്നതല്ല കർണാടകം പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇവിടെ അതല്ല. ഇവിടെ ഈ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്രമാണ് എന്ന് പറഞ്ഞ കേരള സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ കർണാടകം ചെയ്യുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര നികുതി വിഹിതത്തിലുള്ള കുറവുണ്ടല്ലോ. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 1.92% ആക്കിയത്. കർണാടകത്തിലും സമാനമായ രീതിയിൽ ഈ പെർസെന്റേജിൽ കുറവ് വന്നിരുന്നു. ഈ കാര്യം സിദ്ധരാമയ്യ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന്റെ നിലപാട് അതാണ്. കോൺഗ്രസിന്റെ നിലപാട് ധനകാര്യ കമ്മീഷനുകൾ നിശ്ചയിച്ച ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സസിന്റെ ഈ ശതമാന കണക്കിൽ ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞങ്ങളുടെ എംപിമാരും 18 എംപിമാരും പോയി ഈ പരാതി വളരെ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഒരു കാര്യം, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി കഴിയാറായി. കേരള സർക്കാർ ഇപ്പോഴാണ് കേസായിട്ട് പോകാൻ കേസ് കൊടുത്തിരിക്കുന്നത്. വേറെ കേസാണ്, സുപ്രീം കോടതി. അവർ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം വേറൊന്ന്, ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ പറയുന്ന വാദം വേറൊന്ന്, ഇവിടെ നമ്മളോട് പറയുന്ന വാദം വേറൊന്ന്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നതിന് കാരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഈ സമരത്തിന് പിന്തുണയുമായിട്ട് ഈ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ബോധ്യമാകുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കണക്കുകളാണ്. അതല്ലല്ലോ, ആ കണക്കുകളല്ലല്ലോ, അതൊരു കോമൺ കോസ് ഉണ്ട്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കർണാടക സമരം ചെയ്തതുപോലത്തെ ഒരു കോസ് ഉണ്ട്. അതായത് ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ട ഈ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ത്യ മുന്നണിയിലെ ആര് വിളിച്ചാലും എല്ലാവരും പോവില്ലേ സമരത്തിന്? ഏതെങ്കിലും സ്റ്റേറ്റ് ഡെവല്യൂഷൻ ഓഫ് ടാക്സിന്റെ കാര്യത്തിൽ അത് കോമൺ ആണ്. ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്തുണയിൽ ആയി ഉണ്ട് എന്ന് പറയില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ഈ സമരത്തിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല നിങ്ങളുടെ കൂടെ? അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്, ഉറച്ച നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഇതിനു മുൻപ് ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നും ഇങ്ങനെ കേന്ദ്ര അവഗണന എന്നുള്ള പ്രശ്നമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്ന സമയം തന്നെയാണല്ലോ, ആ തുടക്ക സമയമാണ് 2014-15 കാലഘട്ടത്തിൽ. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS ഉമ്മൻചാണ്ടിക്ക് ഒപ്പം പോയി പ്രധാനമന്ത്രിയെ കാണുകയാണ്. അതിലൊന്നും വിരോധമില്ല. പക്ഷെ ഇവര് ഇന്ന് കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണം മുഴുവൻ ഈ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. UDF കൺവീനർ MM ഹസനും സമാന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇത്രയും വർഷം എവിടെയായിരുന്നു ഈ കേന്ദ്ര അവഗണന എന്ന കാര്യം എന്നാണ് MM ഹസനും ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സമരമാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഒരു സമ്മേളനവും സമരവുമായിട്ട് നടക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ഇത്തരമൊരു കേന്ദ്രവിരുദ്ധ സമരം നടത്തി എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ട് നടത്തുന്ന സമരം. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ, കാരണക്കാർ കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ. ഇതിൻ്റെ ടൈമിംഗ് ഒരു പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഡൽഹിയിൽ നടത്തുന്ന ഒരു സമരം. എന്തായാലും ഡൽഹിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഒന്നാകെ സമരം നടത്തുമ്പോൾ, സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം നടത്തുമ്പോൾ UDFന്റെ കൃത്യമായ നറേറ്റീവ് ഇതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ലക്ഷ്യമാക്കിയുള്ള ഒരു സമരം മാത്രമാണ് ഇതെന്ന്, ഇതൊരു സമരമല്ല, ഇതൊരു സമ്മേളനം മാത്രമാണ് എന്ന നിലപാടാണ് കോൺഗ്രസിനും UDFനും ഉള്ളത്. അതേസമയത്ത് തന്നെയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ പ്രതിഷേധിച്ച് DMK സഖ്യവും പാർലമെന്റിലെ
ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു DMKയുടെ പ്രതിഷേധം. കർണാടകത്തിന്റെ ആ മാർഗം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒറ്റപ്പെടാൻ കഴിയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ പ്രളയക്കെടുതിയിൽ 37,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചുവെന്നാണ് DMKയുടെ പ്രതിഷേധത്തിന് കാരണം. ഏതാണ്ട് സമാനമായ പ്രതിഷേധമാണ് കർണാടകത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത് തന്നെയാണ് DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയാണ് നേരിട്ടതെന്നും DMK ആരോപിച്ചിട്ടുണ്ട്. DMK MPമാർക്ക് പുറമെ കോൺഗ്രസ്, CPM, CPI, VCK തുടങ്ങിയ പാർട്ടികളുടെ MPമാരും പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ രംഗത്തെത്താൻ പോവുകയാണ്. UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വയ്ക്കുന്നത്. ഇതിൽ പ്രത്യേക ചർച്ചയും നടന്നേക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാമ്പത്തിക സ്ഥിതി എത്രമാത്രം മെച്ചപ്പെട്ടു, അത് UPA സർക്കാരിന്റെ കാലത്തേക്കാൾ എത്രയോ ഭേദമാണ്. ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ധവളപത്രം ഇറക്കുന്നത്. പക്ഷേ അതിനെ എതിർക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കി. BJP ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം ഇത് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് മല്ലികാർജുൻ ഖാർഗെ ഇത്തരം ഒരു ബ്ലാക്ക് പേപ്പർ ഇറക്കുന്നത് എന്ന കാര്യം പറയുകയുണ്ടായി. കേരളത്തിന്റെ പേരും ഖാർഗെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖാർഗെയുടെ വാക്കുകളിലേക്ക്. अरे भाई साहब, मोदी जी, आप जब चीफ मिनिस्टर थे गुजरात के, आपने पूछा केंद्र सरकार उस वक्त के UPA गवर्नमेंट को कि 50% टैक्स स्टेट को मिलना चाहिए, और उन्होंने ये भी कहा टैक्स नहीं देना चाहिए अगर हमको नहीं मिलता. ये भी उदाहरण उन्होंने दिया, 48,600 करोड़ मैं टैक्स देता हूं गुजरात, और मेरे को 2.5% वापिस मिलता है. फिर ये डिवाइड की बात हो गई नहीं. ये लोग अगर दूसरे पार्टी के लोग बात कर रहे हैं तो आपने तो खुद बोला चीफ मिनिस्टर होके, और वही बात अगर दूसरा बोलता है वो देशद्रोही होता है. പാർലമെന്റിൽ ഇപ്പോൾ ധവളപത്രവും ബ്ലാക്ക് പേപ്പറും തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇപ്പോൾ ഈ ധവളപത്രം ഇറക്കുന്നത് പുതിയ കാര്യമല്ല, പക്ഷേ ഇതിപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്തെ ധവളപത്രമാണല്ലോ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ബ്ലാക്ക് പേപ്പർ, അതിൽ ഈ കേരളത്തിന് ഉള്ള കേന്ദ്ര അവഗണന അതും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും കേരളത്തിലെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതായി പോയില്ലേ? മഞ്ജുഷ, തീർച്ചയായും. കാരണം ബജറ്റ് അവതരിപ്പിച്ച് ഇടക്കാല ബജറ്റ് അവതരണത്തിന്റെ ഘട്ടത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി, സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് 2014 NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരിട്ടിരുന്നത്. UPA സർക്കാരിന്റെ തെറ്റായ മാനേജ്മെന്റ് ആയിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UPA സർക്കാരിന്റെ 2004 മുതൽ 2014 വരെയുള്ള കാലയളവിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ധവളപത്രം ഇപ്പോൾ പുറത്തിറക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് UPA സർക്കാരിന്റെ ഭരണത്തെക്കാൾ എത്രയോ മികച്ചതാണ് NDA സർക്കാർ എന്ന് സ്ഥാപിക്കുക. അങ്ങനെ എല്ലാ മേഖലയിലെയും കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ധവളപത്രം പുറത്തിറക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. 4 മണിക്കാണ് ധനമന്ത്രി ഇത് ലോക്സഭയിൽ വെക്കുക. അതിനുശേഷം ഒരു പ്രത്യേക ചർച്ചയും നടക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ധവളപത്രം പുറത്തിറക്കാൻ മുന്നോടിയായി തന്നെ ബ്ലാക്ക് പേപ്പർ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു, ഒപ്പം തന്നെ ജോലി അടക്കമുള്ള വിഷയങ്ങൾ, കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ കാർഷിക മേഖലയിലും യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വലിയ പരാജയമാണെന്ന് എന്നാണ് ഈ ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വിശദീകരിച്ചത്. ഒപ്പം തന്നെ BJP ഇതര സംസ്ഥാനങ്ങളോട് വലിയ അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് സൂചിപ്പിച്ചു അദ്ദേഹം. പക്ഷേ കേരളത്തിന്റെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസത്തിന്റെ പ്രത്യേകത, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ കേരളത്തിന് സമരം നടക്കുകയാണ്. ആ സമരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷം പങ്കെടുത്തിട്ടില്ല. ദേശീയ തലത്തിലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിന്റെ കാര്യം കൂടി, കേരളവും അവഗണന നേരിടുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെയുടെ തന്നെ പ്രസ്താവന വരുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മഞ്ജുഷ്. ശരി രാകേഷ്, എന്തായാലും ഇതിനും മറുപടി പറയേണ്ടി വരും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയിരിക്കുകയാണ്
കോൺഗ്രസ്. എന്നാൽ ഈ ബ്ലാക്ക് പേപ്പറിൽ കേരള സർക്കാരിനോട് കാണിക്കുന്ന അവഗണന ഇക്കാര്യം കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ധവളപത്രം ഇന്ന് വൈകിട്ട് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. പകൽ വാർത്തയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തുടരുമ്പോൾ എക്സാലോജിക് CMRL ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം SFIO ഏത് ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. വീണ വിജയന് സമൻസ് അയക്കുമോ അതോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസുകളിൽ റെയ്ഡ് നടത്തുമോ? ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാം, ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പരന്നിരിക്കുകയാണ്. എന്തായാലും അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള SFIOയുടെ സംഘം തലസ്ഥാനത്ത് തുടരുന്നു എന്നാണ് വിവരം. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് വരാം. പകൽ വാർത്ത തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തലസ്ഥാനത്ത് അഭ്യൂഹം പടരുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലാണ്. SFIOയുടെ അടുത്ത നീക്കം എന്താണ് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതേസമയത്ത് തന്നെയാണ് നേരത്തെ CMRL നടത്തിയ പരിശോധനയിലും KSIDCയിൽ നടത്തിയ പരിശോധനയും കിട്ടിയ വിവരങ്ങൾ ഇപ്പോൾ വിശകലനം ചെയ്യുന്നു SFIO എന്നുള്ള വിവരം. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അടുത്ത നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തും സംഭവിക്കാവുന്ന സമയമാണല്ലോ ഇത്. പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഉടൻ തന്നെ വീണ വിജയന് സമൻസ് അയക്കുമെന്ന് പറയുന്നു. AKG സെന്ററിൽ ചിലപ്പോൾ SFIO സംഘം എത്തിയേക്കാമെന്ന് കേൾക്കുന്നു. ക്ലിഫ് ഹൗസിൽ എത്തിയേക്കാമെന്ന് കേൾക്കുന്നു. എന്തെങ്കിലും സ്ഥിരീകരണം ഏതെങ്കിലും കാര്യത്തിൽ വന്നിട്ടുണ്ടോ? മഞ്ജുഷ, CMRLിലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് SFIO ഉദ്യോഗസ്ഥരുടെ സംഘം KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇന്നലെ വിശദമായ പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് കണ്ടെടുത്ത വിവരങ്ങളടക്കം വിശദമായ പരിശോധനകൾക്ക് SFIO വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ ഇവർ തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയിരിക്കുകയാണ്. എവിടേക്കാണ് പോയത് എന്ന കാര്യത്തെക്കുറിച്ചടക്കം ഏറെ അഭ്യൂഹങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ബംഗളൂരുവിലെ കമ്പനിയിൽ ഓഫീസിലടക്കം എക്സാലോജിക്കിന്റെ ഓഫീസിലടക്കം ഒരുപക്ഷെ പരിശോധനകളുടെ ഭാഗമായി SFIO സംഘം എത്തിയേക്കുമെന്നും അതോടൊപ്പം തന്നെ AKG സെന്ററിലടക്കം ഈ പരിശോധനകൾ വ്യാപിപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും അഭ്യൂഹങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും എല്ലാം വിശദമായി തന്നെ ഇവരുടെ നീക്കങ്ങൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും അതീവ രഹസ്യമായിട്ടാണ് SFIOയുടെ ഓരോ നീക്കങ്ങളും പുരോഗമിക്കുന്നത്. ഒരു തരത്തിലും വിവരങ്ങൾ മാധ്യമങ്ങൾക്കോ മറ്റ് സുരക്ഷാ ഏജൻസികൾക്കോ കേരള പോലീസിന്റെ മറ്റ് സംവിധാനങ്ങൾക്കോ ചോർന്നു പോകാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ CMRLിലും ഒപ്പം തന്നെ KSIDCയുടെ ഓഫീസിലും എല്ലാം പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SFIOയുടെ അടുത്ത നീക്കം. അവിടെ ബംഗളൂരുവിലായിരിക്കുമോ അതോ തിരുവനന്തപുരത്ത് AKG സെന്ററിലായിരിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് SFIOയുടെ പരിശോധനകൾ ഇനി നടക്കാനുള്ളത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. എന്തായാലും പരിശോധന ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് SFIO കടക്കുകയെന്നാണ് വിവരം. മഞ്ജുഷ്. ഡാൻ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KSIDCയിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി SFIOയുടെ സംഘം എത്തിയതിന് തൊട്ടു പിന്നാലെ ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് ഹർജി വരികയായിരുന്നു. SFIOയുടെ പരിശോധന നിർത്തിവെപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഹൈക്കോടതി പറയുകയുണ്ടായി, ഭയമില്ല എങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്, അവിടെ പരിശോധന നടക്കട്ടെ എന്ന്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാലോജിക്കിനെതിരെ ഇങ്ങനെയൊരു അന്വേഷണം വരികയും പരിശോധന നടത്തുകയും ചെയ്യുമ്പോൾ ഉടൻ തന്നെ അങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടീം കൊച്ചി കേന്ദ്രീകരിച്ചുണ്ടോ? ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ പരാതിയുമായി ആദ്യം മുമ്പോട്ടെത്തിയ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് ഫേസ്ബുക്ക് പേജിലൂടെ വീണ്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത് തെറ്റായ പ്രസ്താവനകളാണ്. തന്റെ ഭാര്യയുടെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയത് എന്ന തരത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ചില രേഖകളും ചേർത്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകളടക്കം എല്ലാ കാര്യങ്ങളും ഈ കേന്ദ്ര ഏജൻസിക്ക് പരാതിയിൽ അന്വേഷണം നടത്തേണ്ടതിനു വേണ്ടി ഷോൺ ജോർജ് കൈമാറിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം SFIOയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ സമാന്തരമായി അതിനെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം വീണ വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം കൃത്യമായി
കേന്ദ്രം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് വീണ വിജയനെതിരായിട്ടുള്ള ഈ അന്വേഷണം എന്ന തരത്തിലാണ് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിയമപരമായി അവിടെ ചില പിഴവുകൾ അല്ലെങ്കിൽ നിയമപരമായി വീണയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം അത് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം വീണയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജു, ശരി ഡാൻ, എന്തായാലും ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് ഈ കേസിൽ. ഇനി എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ തുടരുമ്പോൾ SFIയുടെ അടുത്ത നീക്കം എന്താണ് എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. PV അൻവർ MLAയുടെ കോഴിക്കോട് കക്കാടംപൊയിലിലെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകി. പൊടുന്നനെയാണ് ഇങ്ങനെയൊരു ലൈസൻസ് പുതുക്കൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന്. അതിന് തൊട്ടു പിന്നാലെയാണ് 7 ലക്ഷം രൂപ ഫീസ് വാങ്ങി PV അൻവറിന്റെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് അനുമതി നൽകിയത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇത് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഈ അനുമതി എങ്ങനെ നൽകി എന്നുള്ള കാര്യത്തിലാണ് കേസ് നടന്നുകൊണ്ടിരുന്നത്. അതിലാണ് ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ എങ്ങനെ ലൈസൻസ് കിട്ടി? സംശയമുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. മഞ്ജുഷ, 2018 കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് ഈ പാർക്കിന്റെ ലൈസൻസ് അനുമതി അന്ന് ദുരന്ത നിവാരണ സമിതി ചെയർമാൻ കൂടിയായ കളക്ടർ റദ്ദാക്കിയത്. ഇതിനുശേഷം നിരവധി കേസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും 2023 ഇത് പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും 2023 ഇത് പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്ത്. എന്നാൽ അത് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ, അതായത് കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് അനുമതി നൽകുന്നത്. ഒപ്പം ഈ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന നിബന്ധനയോടുകൂടിയാണ് നൽകിയത്. ഒപ്പം ഈ വാട്ടർ റൈഡുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വേർതിരിവുകൾ, ഈ സ്റ്റീൽ ഫെൻസിംഗ് ഉപയോഗിച്ച് തിരിച്ച ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടരഞ്ഞി പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷ നൽകിയെങ്കിലും 7 ലക്ഷം രൂപ പണം അടയ്ക്കണം, ലൈസൻസ് ഫീ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ പണം അടയ്ക്കാൻ അവർ തയ്യാറായില്ല. ഈ പാർക്ക് ഉടമകൾ PV അൻവർ ഉൾപ്പെട്ട ആളുകൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് ആ ലൈസൻസ് കഴിഞ്ഞ 6 മാസമായി ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത്. ഇന്ന് രാവിലെ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റും അതുതന്നെയാണ് പറയുന്നത്. അതിന് ശേഷമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും കേസും നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോയത്. കാരണം സർക്കാർ ലൈസൻസ് നൽകി തന്നെ നിയമവിരുദ്ധമാണ് എന്ന ആരോപണമാണ് ഉയർന്നത്. ഒപ്പം യാതൊരു ലൈസൻസും ഇല്ലാതെ MLA ഈ പാർക്ക് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നു എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. എന്തായാലും കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഇന്നലെ ഉയർന്ന ചോദ്യം ഇതുതന്നെയായിരുന്നു. കാരണം കൂടരഞ്ഞി പഞ്ചായത്ത് നൽകിയ വിശദീകരണം ഈ പാർക്കിന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഈ ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യം ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി 7 ലക്ഷം രൂപ കുടിശ്ശിക, ലൈസൻസ് ഫീ ആയുള്ള കുടിശ്ശിക അടയ്ക്കുന്നു. 2.5 ലക്ഷം രൂപ ഈ കുടിശ്ശിക തുക നൽകാത്തതുകൊണ്ടുള്ള റവന്യൂ റിക്കവറി പണം ആയ 2.5 ലക്ഷം രൂപ വില്ലേജ് ഓഫീസിലും അടയ്ക്കുന്നു. ഇങ്ങനെ 9.5 ലക്ഷം രൂപ അടച്ച ശേഷമാണ് ലൈസൻസ് പുനഃസ്ഥാപിച്ചു എന്ന് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായി നമുക്ക് മനസ്സിലാവും കോടതി നടപടികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിനടക്കം തലയൂരുന്നതിനാണ് ഇത്തരമൊരു ഇടപാട് കൃത്യമായി തന്നെ നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഈ ശരിയാണ് അനീഷ്, ഇതിൽ യാതൊരു സംശയവുമില്ല. പെട്ടെന്ന് ഈ കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് PV അൻവർ MLA നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡാനി പോൾ കൂടി ചേരുകയാണ്. കോടതിയുടെ നടപടിക്രമങ്ങൾ ഏതെല്ലാം രീതിയിലായിരിക്കും ഇനിയെന്ന്. ഡാനി, ഇതിപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, പാർക്ക് പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഇക്കാര്യം ഇപ്പോൾ സമൂഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ ലൈസൻസ് ഫീ നൽകി പുതുക്കിയെടുത്തത്. ഇനി എന്തായിരിക്കും നടപടിക്രമങ്ങൾ? ഈ കേസ് ഒരു അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണല്ലോ. രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഇപ്പോൾ ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നതോടുകൂടി? മഞ്ജുഷ, നിലവിലത്തെ ഒരു സാഹചര്യം ഇപ്പോൾ PV അൻവറിനും കൂട്ടർക്കും അനുകൂലമാണ്. കാരണം ഇപ്പോൾ ലൈസൻസ് പുതുക്കി നൽകിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം തീർച്ചയായും തന്നെ വരും. കാരണം കോടതി ഇതിൻ്റെ സാങ്കേതികതയാണ് കൃത്യമായി അന്വേഷിച്ചത്. ഒപ്പം തന്നെ അന്ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചിരുന്നൊരു കാര്യം, ഇതെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് കോടതി ആശ്ചര്യപ്പെടുകയോ ചെയ്തു. ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ എന്താണ്, എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും, എങ്ങനെ ലൈസൻസ് നൽകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ഇത് കേരള നദീ
സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയായ മുൻ ജനറൽ സെക്രട്ടറിയായ വി രാജനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് എത്തിയത്. ഇതിൽ കൃത്യമായിട്ട് തന്നെ പൊതു താല്പര്യ ഹർജിക്കൊപ്പം തന്നെ ഇതിൻ്റെ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ അതിൻ്റെ ലൈസൻസ് സംബന്ധിയായ കാര്യങ്ങളിലുള്ള കൃത്യത കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി കാര്യങ്ങൾ പരിഗണിക്കുകയും ഇന്ന് ഈ കേസ് പരിഗണിക്കാൻ വളരെ അടിയന്തരമായി മാറ്റിവെക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇപ്പോഴും അത് പരിഗണനയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും തന്നെയും ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. കാരണം ഇപ്പോൾ നിലവിൽ അവർ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമായിട്ട് തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അടക്കമുള്ള ലൈസൻസ് അവർക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോടതിക്ക് മുന്നിലുള്ളത് അവർ കൃത്യമായി തന്നെ റെഗുലറൈസ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്. അപ്പോൾ അതായിരിക്കും കോടതി കൂടുതലായും തന്നെ പരിഗണിക്കുക. നിലവിൽ സാഹചര്യങ്ങൾ അനുകൂലമായ സ്ഥിതി തന്നെയാണ്. ലൈസൻസ് സ്ഥാപനം നേടിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ശരി ഡാനി, എന്തായാലും കോടതി നടപടികളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി PV അൻവറുടെ തന്ത്രം പാർക്കിന് ഫീസ് ഇപ്പോൾ നൽകി 7 ലക്ഷം രൂപ നൽകി പാർക്കിന്റെ ലൈസൻസ് പുതുക്കി മേടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ലൈസൻസ് സമ്പാദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്ത കേസിൽ ശിക്ഷാവിധി നാളെയാണ്. ഇന്നലെയാണ് NIA കോടതി IS ഭീകരനായ റിയാസ് അബൂബക്കറിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് NIA കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ തന്നെ ചേരുകയാണ്. ഡാനി, എന്തെല്ലാം കാര്യങ്ങളാണ് NIA ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ ഈ റിയാസ് അബൂബക്കർ ചെയ്ത കുറ്റങ്ങൾ, അതിൻ്റെ ഒരു തീവ്രത എത്രമാത്രം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്? മഞ്ജുഷ, ഇതിൽ UAPA നിയമപ്രകാരമുള്ള വകുപ്പുകൾ 38, 39 വകുപ്പുകൾ പ്രകാരവും അതോടൊപ്പം തന്നെ IPC 120B പ്രകാരവുമാണ് കേസ് വന്നിട്ടുള്ളത്. ഈ 3 വകുപ്പുകൾ പ്രകാരം ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഭീകര സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പണം സ്വരൂപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് UAPA നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. 2 വകുപ്പുകളിലും 12ഉം 14ഉം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതോടൊപ്പം തന്നെയാണ് കുറ്റകരമായ ഗൂഢാലോചന വകുപ്പ് പ്രകാരം. അങ്ങനെ ഇതിനെല്ലാം ഈ രീതിയിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. 10 മുതൽ 12 വരെയും ഒരു വകുപ്പിനും മറ്റൊന്ന് 14 വരെയും വരുന്നുണ്ട്. അപ്പോൾ കടുത്ത ശിക്ഷ ഇതിൽ നൽകണമെന്നതാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് ചാവേർ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇയാൾ ഈ ആയുധങ്ങൾ സംഭരിക്കുക എന്ന രീതിയിൽ, സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക എന്ന രീതിയിലടക്കം പോയിരുന്നു. അതുകൊണ്ട് ഇത് ഒരിക്കലും ചെറുതായി കാണാൻ കഴിയുന്നില്ല. അത് മാത്രവുമല്ല, അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് ശ്രീലങ്കയിൽ ചാവേർ ആക്രമണം നടത്തിയ സഫഷുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായി, സമൂഹ മാധ്യമങ്ങൾ വഴി ബന്ധപ്പെട്ടിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും എല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു. ഇയാൾ അറസ്റ്റിലായ 2018 ശേഷം 2019 ശ്രീലങ്കയിൽ ചാവേർ ആക്രമണം നടത്തുകയും ഏതാണ്ട് 250ഓളം പേർ കൊല്ലപ്പെടുകയും എല്ലാം തന്നെ ചെയ്തു. അതുകൊണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഇയാൾ ഇവിടങ്ങളിൽ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് കേരളത്തിൽ. NIA കോടതി ഇന്നലെ തന്നെ റിയാസ് അബൂബക്കറിനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷമാണ് റിയാസ് അബൂബക്കറിനെ NIA അറസ്റ്റ് ചെയ്തത്. തുടർന്നാണ് റിയാസ് അബൂബക്കർ ISന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ NIAക്ക് ബോധ്യപ്പെട്ടതും അത് കോടതിയിൽ അവതരിപ്പിച്ചതും റിയാസിനെ കുറ്റക്കാരനായി NIA കോടതി കണ്ടെത്തിയതും. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സുവി വിശ്വനാഥ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, എങ്ങനെ പുരോഗമിക്കുന്നു പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ്? മഞ്ജുഷ്, ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഉച്ചവരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. വൈകിട്ട് 5 മണിവരെയാണ് പോളിംഗ്. 272 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നോർത്ത് വസീറിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോളിംഗ് തുടങ്ങാൻ വൈകിട്ടുണ്ട്. ഇന്റർനെറ്റ് സൗകര്യം, അതുപോലെ തന്നെ ടെലിഫോൺ ബന്ധങ്ങളെല്ലാം തന്നെ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. PPP ചെയർമാൻ ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി ക്രിക്കറ്റ് താരങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇമ്രാൻഖാൻ, പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹം ജയിലിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വിചാരിക്കുന്നത് PPP, അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് വിജയിച്ചു കയറും എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. നവാസ് ഷെരീഫ് പ്രവാസ
ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇമ്രാൻഖാന് തിരിച്ചടിയായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തെഹ്രീക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ള ചിഹ്നം അനുവദിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ക്രിക്കറ്റ് ബാറ്റ് ചിഹ്നമായി അനുവദിക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഏതായാലും ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജുഷ്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇനി വയനാട്ടിൽ നിന്നൊരു വാർത്തയാണ്. വയനാട് പുൽപ്പള്ളി സുരഭി കവലയിൽ കടുവയ്ക്കായി രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചു. ചെതലയം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് കൂട് വയ്ക്കാൻ തീരുമാനിച്ചത്. ഒരു മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ ഈ ഭാഗത്ത് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് പ്രദേശത്തെ ജനവാസ കേന്ദ്രത്തിൽ ആദ്യം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പിന്നാലെ നാട്ടുകാരിൽ ചിലരും യാത്രക്കാരും കടുവയെ നേരിൽ കണ്ടു. പാടിച്ചിറയിൽ വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചതോടെ വനംവകുപ്പ് പ്രദേശത്ത് ആദ്യ കൂട് സ്ഥാപിച്ചു. ഇതിനു പിന്നാലെ പലതവണ കടുവയുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം പാലമറ്റം സുനിലിന്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള ആടുകൂടി കൊല്ലപ്പെട്ടതോടെ ഒരു മാസത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 4ആയി. കടുവയെ മയക്കുവെടി വെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബുധനാഴ്ച ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനംവകുപ്പിന്റെ ഭാഗത്ത് സത്രമാണ് ഈ കടുവ തമ്പടിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിക്കാനും അവിടുന്ന് കടുവയെ തുരുത്താൻ ആവശ്യമായ നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിനാവശ്യമല്ല ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗിനെ ഉൾപ്പെടെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരം. ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗിനെ അതിന് ആവശ്യമുള്ള സേവനം തേടാൻ ആവശ്യമുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാവണം. ഈ ജനങ്ങളെ വിധി നടത്തിയാലുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആരാണ് സമാധാനം പറയുക? വനംവകുപ്പ് അതിനാണ് മറുപടി പറയേണ്ടത്. വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതിനിടെ പുൽപ്പള്ളി ഇരുളത്ത് ആളുകളെ ആക്രമിച്ച മലയണ്ണാനെ വനംവകുപ്പ് പിടികൂടി. ഒരു മാസത്തിനിടെ 10ഓളം ആളുകളെയാണ് മലയണ്ണാൻ ആക്രമിച്ചത്. ന്യൂസ് 18 വയനാട്. കണ്ണൂർ തില്ലങ്കേരിയിൽ തെയ്യത്തെ നാട്ടുകാർ മർദ്ദിച്ചു. പെരിങ്ങനം ഉദയംകുന്ന് മഠപ്പുര തിറ മഹോത്സവത്തിനിടെയാണ് തെയ്യത്തിന് മർദ്ദനമേറ്റത്. ഉത്തര മലബാറിലെ തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൈതച്ചാമുണ്ടി. വിശ്വാസികളെ ഭയപ്പെടുത്തി ഓടിക്കുന്ന ഉഗ്രരൂപിയെന്നാണ് വിശ്വാസം. മഠപ്പുര തിറമഹോത്സവം ആചാരപൂർവ്വം കൊണ്ടാടുന്നതിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത്. തിറയാട്ടത്തിനിടെ ആളുകൾക്കൊപ്പം ഭയന്നോടിയൊരു കുട്ടി വീണ് പരിക്കേറ്റതോടെയാണ് ഒരു സംഘം ആളുകൾ പ്രകോപിതരായത്. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ മുഴക്കുന്ന് പോലീസും നാട്ടുകാരും ചേർന്ന സ്ഥിതി ശാന്തമാക്കി. തെയ്യത്തെ കയ്യേറ്റം ചെയ്യുന്നതും മറ്റൊരു വിഭാഗം രക്ഷപ്പെടുത്തുമായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ നിർമ്മിച്ച പള്ളിക്കുള്ള ബെസ്റ്റ് ഇന്ത്യൻ റെക്കോർഡ് കാർപ്പന്റർ പ്രോജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കരസ്ഥമാക്കി. ഈ മാസം 2-ന് നിർമ്മാണം പൂർത്തിയാക്കിയ സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളി അടുത്ത ദിവസം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കും. വടക്കാഞ്ചേരിയിലെ ആര്യാമ്പാടത്ത് 927.7 ചതുരശ്ര മീറ്ററുള്ള പള്ളി 100 ദിവസം കൊണ്ടാണ് പണിതത്. ഏകദേശം 150ഓളം തൊഴിലാളികളുടെ പ്രയത്നത്താലാണ് നിർമ്മാണം 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. മാനവ കെയർ കേന്ദ്ര MCK ഗ്രൂപ്പിന്റെ 5ാം വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. തൃശൂർ മുപ്പിയം പാരിഷ് ഹാളിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടികൾ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. MCK ഗ്രൂപ്പ് ചെയർമാൻ TT ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ഫാദർ ഹർഷ ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു.
മങ്ങിയ കാഴ്ചകളിലൂടെ അല്ലാതെ ലിബിന് ലോകം കാണണം, കൂട്ടുകാരുമൊത്ത് കളിച്ചുല്ലസിക്കണം. എന്നാൽ ജന്മനാ ബാധിച്ച തിമിരം ഈ 7 വയസ്സുകാരന്റെ കാഴ്ച പരിമിതമാക്കിയിരിക്കുകയാണ്. ഒപ്പം സ്വപ്നങ്ങളും. ശസ്ത്രക്രിയയിലൂടെ കാഴ്ച തിരികെ കിട്ടുമെങ്കിലും അതിനുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ലിബിന്റെ മാതാപിതാക്കൾ. ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശികളായ ബിബിൻ ആര്യ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനാണ് ലിബിൻ. ജന്മനാ ഉള്ള തിമിരം ബാല്യം മുതൽ ലിബിന്റെ കാഴ്ചശേഷി കുറച്ചു. പഠനത്തിൽ മിടുക്കനാണെങ്കിലും കാഴ്ച കുറവായതിനാൽ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ണിനോട് ചേർത്ത് വെച്ചാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ കാഴ്ചശേഷി പൂർണ്ണമായും തിരികെ ലഭിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഉറപ്പ്. ഈ മാസം 12, 14 തീയതികളിലായി അങ്കമാലി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ്. ലെൻസിന് മാത്രം 60,000-ഓളം രൂപ വേണം. മരുന്നും മറ്റു തുടർ ചികിത്സകൾക്കായും വീണ്ടും തുക കണ്ടെത്തണം. എനിക്ക് 3 കുട്ടികളാണ്. അതിൽ 2 പേർക്ക് കണ്ണിന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. കുഞ്ഞാളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ചെക്കപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് 2 പേർക്കും. അപ്പം മൂത്തവനിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാഴ്ചക്കുറവുണ്ട് 90%. അപ്പോൾ അങ്കമാലിയിലാണ് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കണ്ണിൽ ലെൻസ് വെക്കുന്നതിന് 60,000 രൂപ പറഞ്ഞേക്കുന്നത്. പിന്നെ മരുന്നും അല്ലാതെ കഴിയുന്നതാണ്. അപ്പോൾ അതിന് ഒരുപാട് പൈസയാവും. ലിബിന്റെ ഇളയ സഹോദരൻ ആരുഷിന് ജന്മനാ കാഴ്ചയുണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ സഹായത്തോടെ പണം സ്വരൂപിച്ച് ആദ്യഘട്ട ശസ്ത്രക്രിയ നടത്തിയതോടെയാണ് നേരിയ തോതിൽ കാഴ്ച ലഭ്യമായത്. ഇനിയും ഈ കുട്ടിക്കും തുടർ ചികിത്സ ആവശ്യമുണ്ട്. സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ 2 കുട്ടികൾക്കും കണ്ണിന് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ അമ്മയുടെയും കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്. പാരമ്പര്യമാണെന്ന് തോന്നുന്നു 2 കുട്ടികൾക്കും ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ കുഞ്ഞിന് 4 മാസമായ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചാനൽ വാർത്തകളൊക്കെ കൊടുത്താണ് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. എന്നാലും അത് പൂർണ്ണമല്ല. വരും വർഷങ്ങളിൽ കുഞ്ഞിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ വീണ്ടും വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂലിവേലക്കാരായ ബിബിനും ആര്യയ്ക്കും സ്വന്തമായി വീടില്ല. മുണ്ടിയരുമയിലെ വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അക്കൗണ്ട് വിവരങ്ങൾ: പേര് ആര്യ ബിബിൻ, അക്കൗണ്ട് നമ്പർ 4274749826 ഗൂഗിൾ പേ നമ്പർ 9562120374. ന്യൂസ് 18 ഇടുക്കി. പകൽ വാർത്തയിൽ അവസാനമായി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാം 5765, പവന് 46,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4795, പവന് 38,360. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ പകൽ വാർത്ത അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ പരിപാടി